നമസ്കാരം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണിയുമായി ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നാണ് ഇത് സംബന്ധിച്ച ഒരു ശബ്ദ സന്ദേശം പോലീസിന് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് അയോധ്യയുടെ സുരക്ഷ ഒന്നുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സിജു, ഈ ഒരു ഭീഷണി വെറും ഒരു ഭീഷണിയായി കണക്കാക്കാനാകുമോ? കാര്യം നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിൽ വലിയ കുഴപ്പങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന 9-ാം തീയതി, ജൂൺ 9-ാം തീയതി തന്നെ ആണ് റെയ്സിയിൽ വലിയൊരു ആക്രമണം നടക്കുന്നത്. അന്നും ഹൈന്ദവ തീർത്ഥാടകരെ ലക്ഷ്യം ഇട്ടാണ് ആക്രമണം നടന്നത്. അതിൽ 10ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അയോധ്യയ്ക്ക് നേരെയും ഭീഷണി വരുന്നത്. നമുക്കറിയാം, അയോധ്യയൊക്കെ 3 ലെയർ സെക്യൂരിറ്റി സിസ്റ്റം അടങ്ങുന്ന വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും ഇത്തരം ഭീഷണി മുഴക്കുന്നതിന് പിന്നിലെ ഒരു അജണ്ട എന്താണ്? എല്ലാ ഭീഷണിയും തീവ്രവാദ ഭീഷണിയെ സംബന്ധിച്ചുള്ള ഒരേ ഒരു അജണ്ട മാത്രമാണ്. അവരുടെ ലക്ഷ്യങ്ങൾ നേടുക, അല്ലെങ്കിൽ ജനങ്ങളിൽ ഒരു ഭീതി ഉണ്ടാക്കുക, ഭരണകൂടത്തിൽ ഒരു അവിശ്വാസം ജനിപ്പിക്കുക, അങ്ങനെ രാജ്യത്ത് ഒരു അസ്വാരസ്യം ഉണ്ടാക്കുക. അതുവഴി അവരുടെ ചില ലക്ഷ്യങ്ങൾ, അതായത് രാജ്യത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനോ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരിക്കാം അവരുടെ. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇതേപോലുള്ള ഭീഷണികൾ തുടർച്ചയായി ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് നമുക്കറിയാം, മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം മൂന്നാമത് തവണയും മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം തുടർച്ചയായി ഉണ്ടാകുന്ന ബോംബ് ഭീഷണികൾ പാർലമെന്റിൽ ഉണ്ടാകുന്നു, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം തുടർച്ചയായി ഉണ്ടാകുന്നു. അല്ല, മറ്റൊരു കാര്യമുണ്ട് സിജു. ഈ മോദി ഗവൺമെന്റ് 2014 മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ആഭ്യന്തരമായി ഇവിടെ അരങ്ങേറിയിരുന്ന മറ്റ് വലിയ തോതിലുള്ള ഭീകരപ്രവർത്തനങ്ങളൊക്കെയും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു, ഇല്ലേ? അതിനുശേഷം വലിയ തോതിലുള്ള സീരിയൽ ബ്ലാസ്റ്റുകളോ അത്തരത്തിലുള്ള വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുന്ന സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇവർ കരുതുന്നത് പോലെ വലിയൊരു ആക്രമണ സാധ്യത ഇവർക്ക് പോസിബിൾ ആണോ? മാത്രമല്ല, അജിത് ഡോവലിനെ പോലെ ശക്തനായ ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അദ്ദേഹവും 3-ാം വട്ടം ഇന്ത്യയുടെ ആ ഒരു സ്ഥാനത്ത് തന്നെ വരികയാണ് സുരക്ഷാ ഉപദേഷ്ടാവായിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇവർ വെറുതെ ഒരു ഭീഷണി മുഴക്കുമോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കൃത്യമായ ഒരു അജണ്ട ഉണ്ടാകുമോ? ഭീകരർ എപ്പോഴും നോൺ കൺവെൻഷനായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. നാം ഈ പഴുതടച്ചു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് അവരേതെങ്കിലും പഴുതുണ്ടോ എന്നാണ് അവരുടെ നോട്ടം. അവർ കാണുന്നതിനപ്പുറം കാണുമ്പോഴാണ് നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുക. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് നമ്മൾ ഒരു ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ കുറെ പേര് ബോട്ടിലെത്തി ബോംബെയുടെ തീരത്തെത്തി ഇതുപോലെ കണ്ണി കണ്ടവരെല്ലാം വെടിവെക്കുമെന്ന് നമ്മൾ ഒരിക്കലും ആർക്കും ഇത് ചെയ്യാൻ. പക്ഷേ അന്നത്തെ ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങളല്ല ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. തീർച്ചയായും ഇപ്പോൾ അല്ല, ഇത് വളരെ പ്രകടമാണ്. നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണങ്ങളുടെ ഭീഷണി, ആക്രമണങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ നിതാന്തമായി ഒരു ജാഗ്രതയിലായിരിക്കുന്നതിൻ്റെയും നമ്മുടെ സംവിധാനത്തിൻ്റെ മേന്മ തന്നെയാണ്. ഒപ്പം തന്നെ ആ ഒരു സംവിധാനം എപ്പോഴും നിലനിർത്തേണ്ടതായിട്ടുണ്ട്, എപ്പോഴും ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, അതിർത്തിയിൽ, കശ്മീരിന്റെ അതിർത്തിയിൽ ആണ് കൂടുതലായിട്ടുള്ള അതും അതിന്റെ സിറ്റിയിലേക്കില്ല, ഡിസ്റ്റന്റ് ആയിട്ടുള്ള ആ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടുള്ള, അവിടേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ ഈ അറ്റാക്കുകളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. നേരത്തെ ഒരു ഗ്രൂപ്പുകളായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്ന് ചെയ്യുന്നു. അങ്ങനെ ഓരോ തവണയും, അല്ലെങ്കിൽ ഏതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണോ നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ആലോചനയാണ് അവിടെ നിന്ന് നടക്കുന്നത്. നമ്മൾ തീവ്രവാദികളിൽ നിന്ന് ഉണ്ടാകുന്നത്, നമ്മൾ അതിനെയും അതിജീവിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ഭീഷണിയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നമുക്കറിയാം, കാരണം ജനങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് വളരെ വിലയുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നതും വളരെ വിലയേറിയാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ അതിനെയൊന്നും നെഗ്ലക്ട് ചെയ്യുന്നില്ല. പക്ഷേ അയോധ്യ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവായുള്ള ഒരു പ്രദേശമാണ്, പല കാരണങ്ങളാലും. അത് രാഷ്ട്രീയ കാരണങ്ങളാലും മറ്റുള്ള വിശ്വാസപരമായിട്ടൊക്കെ ആണെങ്കിൽ പോലും വളരെ സെൻസിറ്റീവായിട്ടുള്ള അവിടെ ഒരു ഭീഷണി വരുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒട്ടാകെ ബാധിക്കും. ബാക്കിയുള്ള ഏതെങ്കിലും സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് പോലെയല്ല. ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെതായിട്ടുള്ള ഒരു ഭീഷണിയാണ് വന്നിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല
അയോധ്യക്ക് എതിരെയുള്ള ഭീഷണി വരുന്നത്. അത് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പും ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അവിടുത്തെ. പക്ഷേ ഇപ്പോഴങ്ങനെയുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം തുറന്നു കൊടുത്തിരിക്കുന്നു. ദൈനംദിനം അവിടെ ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് വന്ന് ദർശനം നടത്തി പോകുന്നത്. അത്രയധികം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസായി അയോധ്യ മാറിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കുമ്പോൾ ഈ ഭീഷണിക്കപ്പുറം ഇത് കാര്യമായി എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അതിന് ഒട്ടും പ്രാധാന്യം കുറച്ച് കാണാതെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക, പോലീസും മറ്റുള്ള സംവിധാനങ്ങളെല്ലാം എടുക്കുന്നത്. അവർ അവിടുത്തെ തിരച്ചിൽ നടത്തുന്നു. ഒപ്പം തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങൾ, ഓഫീസുകളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഒപ്പം വിമാനത്താവളം അടക്കമുള്ള പ്രദേശങ്ങൾ നിരീക്ഷണത്തിലാക്കുന്നു. ഒപ്പം തന്നെ ഇത് എവിടെ നിന്ന് വന്നു, ഇതായിട്ടുള്ളതാണോ അതോ ഒരു ഹോക്സ് കോൾ ആണോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. നാം ഇതിനെ കാണേണ്ടത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപാണ് NSGയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒരു സ്റ്റേഷൻ അയോധ്യയിലാണ് സ്ഥാപിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിലുമുണ്ട്. പത്താൻകോട്ടിൽ വരുന്നുണ്ട്, കേരളത്തിലും വരുന്നുണ്ട്, അയോധ്യയിലുമാണ് 3 കേന്ദ്രങ്ങൾ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അയോധ്യ, അത്രയും തന്നെ പ്രാധാന്യം സ്ഥലമാണ് കേരളവും എന്നുള്ളത് അവിടെ സിജു ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ NDA വ്യാപകമായി ഇവിടെ റെയ്ഡ് നടത്തുകയും സൗത്തിൽ നിന്ന് ഈ പല ഭീകര സംഘടനകൾപ്പെട്ടവരെ പിടിക്കുകയും ചെയ്തിരുന്നു. അന്ന് കൊച്ചിയിൽ നിന്ന് പിടിച്ച ഒരു ഭീകരനിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ശബരിമലയും അവർ ലക്ഷ്യം വച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ ഹോട്ട് ലിസ്റ്റിൽ ആദ്യത്തെ 10 കേന്ദ്രങ്ങളിൽ ഒന്ന് ശബരിമലയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശബരിമലയ്ക്ക് ഈ സുരക്ഷ എത്രത്തോളം നൽകുന്നു എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമാണ്. തീർച്ചയായും അങ്ങനെ ഒരു ഇതുണ്ട്. നാം കേരളത്തിലെ കാണുന്നത്, അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസികൾ കേരളത്തെ കാണുന്നത് IS പോലുള്ള അതിന്റെ വലിയൊരു സാന്നിധ്യം വരുന്നു. ഇവിടുന്ന് ഒരു റിക്രൂട്ടിംഗ് സെന്ററായി കേരളം പ്രവർത്തിക്കും. ഒരു ഹൈഡൌട്ട് ആയിട്ടായിരുന്നു മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഒരു ആക്രമണ സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാകില്ല എന്ന് പറയുന്നുണ്ട്. എപ്പോൾ വേണേ ഉണ്ടാകാം. അത്രമാത്രം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് കേരളവും. പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള കുറേയൊക്കെ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ പഴുതടച്ച ഒരു സംവിധാനം ഇതുവരെയായിട്ടും അവിടെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതാനായിട്ട്. പക്ഷേ ചില സെന്ററുകളിൽ, അല്ലെങ്കിൽ നമുക്ക് ചില ഈ പറയുന്നത് പോലെ സുരക്ഷാ ഏജൻസിയുടെ പ്രവർത്തനം നമ്മൾ അറിയുന്നില്ലായിരിക്കാം. ഒരു പക്ഷേ അവർ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ടായിരിക്കാം. എനിവേ, നമ്മൾ അത്രമാത്രം ഒരു ഭീതിയിലല്ല ഒരു ജീവിതം എങ്കിൽ പോലും സാധ്യത തള്ളിക്കളയാനാവില്ല. പറഞ്ഞു വരുന്നത്, അയോധ്യയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ, സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ അത് രാജ്യത്തെ എമ്പാടും ബാധിക്കാൻ ഇടയുണ്ട്. രാജ്യത്തിന്റെ വളർച്ചയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായി വളർന്നേക്കാം. അത്രമാത്രം രൂക്ഷമാണ്. അതുകൊണ്ടാണ് അത് സൂചിപ്പിക്കാൻ കാരണം. ഒപ്പം തന്നെ NSGയുടെ ഒരു സാന്നിധ്യം വരുന്നത് കേരളത്തിലാണ് എന്നുള്ളതും നമുക്കൊരു താക്കീതാണ്. നമ്മൾ എത്രമാത്രം ജാഗരൂകരായിരിക്കണം, നമ്മുടെ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങുന്നത്, അവർക്ക് വളർക്കൂടുള്ള മണ്ണ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതും കൂടി നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്, കാണേണ്ടതായിട്ടുണ്ട്, ജാഗരൂകരായി ഇരിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം തത്വമയിക്ക് തന്നെ പറയാൻ പറ്റും. കാര്യം ഈ 2 വർഷം മുമ്പ് ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ തത്വമയി ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് കേന്ദ്ര സേനയുടെ സുരക്ഷ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യം. അവിടുത്തെ ഒരു ഭൂപ്രകൃതിയും മറ്റു കാര്യങ്ങളും നമുക്കറിയാം. മാസപൂജയ്ക്ക് നട തുറക്കുന്ന വേളകളിലും അല്ലാതെയുള്ള മണ്ഡല മകര വിളക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളിലും മാത്രമാണ് അവിടെ മതിയായ രീതിയിലെന്ന് പറയാൻ പറ്റില്ല, പോലീസ് സംവിധാനങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവിടെ നട അടച്ചിരിക്കുന്ന സമയത്ത് ക്ഷേത്ര മേൽശാന്തിയും അദ്ദേഹത്തിൻ്റെ സഹായിയും, ഒപ്പം അവിടെ ഡ്യൂട്ടിയിലുള്ള ചില ദേവസ്വം ഗാർഡുകളും പോലീസ് സ്റ്റേഷനിലെ ഒരു 5-8 പോലീസുകാരും ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ വിജനമായ ഒരു പ്രദേശമാണ്. അവിടെ എന്തുകൊണ്ടും കേന്ദ്രസേനയുടെ സുരക്ഷ, അതായത് വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നൽകുന്നത് പോലെ, കേദാർനാഥിൽ നൽകുന്നത് പോലെ, ബദ്രിനാഥിൽ ഉള്ളതുപോലെ തന്നെ ശബരിമലയ്ക്കും, ഇന്നിപ്പോൾ ശബരിമലയും അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ സുരക്ഷ അവിടെ നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് PMOയ്ക്ക് തത്വമയി ഒരു ലെറ്റർ നൽകിയിരുന്നു. ഇപ്പോൾ അതുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഈ മറ്റ് 2 സ്ഥലങ്ങളും നമുക്കറിയാം. അയോധ്യ ഈ പറഞ്ഞതുപോലെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അതിനെതിരെ നിരന്തരം ഭീഷണി മുമ്പ് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു NSG ക്യാമ്പ് വരുന്നു. തുടർന്ന് പത്താൻകോട്ടിൻ്റെ ഒരു പ്രാധാന്യവും നമുക്കറിയാം. വലിയൊരു ഭീകരാക്രമണം നടന്ന സ്ഥലമാണ്, അല്ലേ? അതെ, ഉറി സൈനിക താവളം കൂടിയായതുകൊണ്ട് അവിടെയും അനിവാര്യമാണ്.
പിന്നെ ഉള്ളത് കേരളത്തിലാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യമേറുന്നത്. എന്തുകൊണ്ട് കേരളം എന്നുള്ളത് ഒരുപക്ഷെ ഈ പറഞ്ഞതിൽ ഉത്തരം അതും അതിൻ്റെ ഭാഗമായേക്കാം. അല്ലെങ്കിൽ അതിനുമപ്പുറം നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ഇതിനുമപ്പുറം എന്തൊക്കെയോ വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകരുതൽ എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് പോലും അറിയാത്ത കാര്യമാണിത്. പെട്ടെന്നാണ് ഇവിടെ NIA റെയ്ഡ് നടന്നപ്പോഴും സംസ്ഥാന പോലീസ് അറിയാത്ത കാര്യമായിരുന്നു. വെളുപ്പിലാണ് വന്ന് വീട് കയറി റെയ്ഡ് നടത്തി പിടിച്ചോണ്ട് പോയത് ഇല്ലേ? PFI നിരോധനം പോലും ലാസ്റ്റ് നിമിഷമാണ് ഇവിടുത്തെ ആൾക്കാർ അറിയുന്നത്. അല്ല, ഇവിടെ എത്രമാത്രം ഭീകരർക്കും അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ വിധ്വംസ പ്രവർത്തനം നടത്തുന്നവർക്കുള്ള അനുകൂലമായൊരു രാഷ്ട്രീയം. അതെ, നമ്മള് പറഞ്ഞു പഴകിയ ഒരു ചൊല്ലുണ്ട്. അതായത് ഇവിടെ വളക്കൂറുള്ള ഒരു മണ്ണാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക്. ഇപ്പോൾ വാഗമൺ സിമി ക്യാമ്പ് നടന്ന കാര്യമൊക്കെ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടം മലനിരകളിൽ പലയിടത്തും ഇവരുടെ ട്രെയിനിങ് ക്യാമ്പുകളിൽ നടന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് മുൻകാല രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പുറത്തുവിട്ടിട്ടുള്ള വാർത്തകളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാവണം ഒരുപക്ഷെ കേരളവും തീവ്രവാദികളുടെ ഒരു ഹബ്ബായി മാറുന്നു, അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ധാരാളമായി പ്രവർത്തിക്കുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് NSE ശക്തമായ അവരുടെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രം ഇവിടെ തുറക്കുന്നത്. അതുമാത്രമല്ല, നാവിക കേന്ദ്രത്തിന്റെ ഒരു ഉപ കേന്ദ്രം കൂടി തിരുവനന്തപുരം ആസ്ഥാനമാക്കി വരുന്നുള്ള ഒരു പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വച്ച് വായിക്കുമ്പോൾ കേരളവും ഈ പറഞ്ഞതുപോലെ വളരെയധികം ജാഗരൂകരാകേണ്ട സമയമായി കഴിഞ്ഞു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇതൊന്നും ഒരു തമാശയോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പത്രത്തിലെയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കാണുന്ന ചെറിയ വാർത്തകൾ മാത്രമല്ല. ഇതിന് പുറകിൽ വലിയ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ചെയിൻ ഉണ്ട്, ഒരു ശൃംഖലയുണ്ട്. ആ ശൃംഖലയുടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനജീവിതം സ്വൈര്യമായിട്ട് നിൽക്കുന്ന അവരെ അസ്വസ്ഥപ്പെടുത്തുക, അതുപോലെ തന്നെ ഭരണ നേതൃത്വത്തിൽ അവർക്ക് അവിശ്വാസം ഉണ്ടാക്കുക. ഇപ്പോഴത്തെ പ്രത്യേക കാലാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, മൂന്നാമത് മോദി അധികാരത്തിലെത്തുന്നു. ഈ അധികാരത്തിലെത്തുന്നപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷ സർക്കാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം വരുമ്പോൾ അദ്ദേഹം പഴയതിലും ദുർബലനായി എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു നറേറ്റീവ് പരത്താനായിട്ടുള്ള ശ്രമമാണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിലെ തീർത്ഥാടകരെ ആ ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള തീരുമാനമൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ അയോധ്യയ്ക്ക് ഉണ്ടാകുന്നു. അയോധ്യ എങ്ങനെയുള്ള സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്ഥലത്തേക്കുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനിങ് തന്നെ ഇന്ത്യ എത്രമാത്രം ഗൗരവത്തോടെ അത് കാണുമെന്നും അവർക്കറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മാഗ്നിറ്റ്യൂഡ് അറിയാവുന്നവരൊക്കെ തന്നെയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയും അല്ലെങ്കിൽ അതിനുള്ള ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും അത് ഒരു ഇന്ത്യക്കാരനാണെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. അയാൾ തെലങ്കാന സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാൾ വർഷങ്ങളായി ലാഹോർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയുടെ ഇതുവരെയായിട്ടും അയാളുടെ ഒരു ഫോട്ടോ പോലും അയാൾക്ക് പുറത്തു വന്നിട്ടില്ല എന്നൊക്കെയാണ് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള കിട്ടുന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്ക് അയാളെക്കുറിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംഘടനയ്ക്കൊക്കെ ആയിരിക്കാം അറിയാവുന്നത്. ഇയാളുടെ പ്രധാന വിഹാര രംഗം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ കൈമാറുന്ന വാട്സപ്പ് പോലെയുള്ള മേഖലകളൊക്കെയാണ്. അതുവഴി അയാൾ വലിയ ക്യാമ്പയിൻ നടത്തുന്നു. അയാൾ തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക ഓൺലൈൻ ക്യാമ്പുകൾ നടത്തുന്നു, ക്യാമ്പയിനിങ് നടത്തുന്നു. ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ പുറകെയാണ് സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ വരുന്നത്. അപ്പോൾ ഇയാളെ തിരിച്ചറിയുന്നു. അയാൾ ഫർഹത്തുള്ള ഗോറി എന്ന് പറയുന്ന എന്ന വ്യക്തിയാണ് ഫർഹത്തുള്ള ഗോറി. ഇയാൾ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് പേരാണ് യഥാർത്ഥം എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇവർക്കൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഇപ്പം തെലങ്കാന എന്ന് പറയുമ്പോൾ അവിടെ വലിയ തോതിൽ ഏത് രാഷ്ട്രീയമാണ് അവിടെ കളിക്കുന്നത്. ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ ഉള്ള രാഷ്ട്രീയം എന്താണ്, ഇവർക്കുള്ള സപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ചും ഒവൈസി പോലെയുള്ള ചില കേന്ദ്രങ്ങളിലൊക്കെ അവിടുത്തെ സജീവ പ്രവർത്തകരാണ്. അപ്പോൾ ഇവരെല്ലാം കളിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം ഒന്നു തന്നെയാണ് എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആ ഒളിവിൽ പാകിസ്ഥാനിൽ പോയിരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം തുടരുകയാണ്. അക്ഷർധാം കേസിൽ 2002 നടന്ന അക്ഷർധാം കേസിലെ പ്രതിയാണ് ഈ ഫർഹത്തുള്ള ഗോറി എന്ന് പറയുന്നത്. അന്നാണ് അയാളുടെ പേര് ആദ്യമായി കേൾക്കുന്നത്. IS ആയിട്ടും അൽ ഖ്വയ്ദ ആയിട്ടൊക്കെ ഏത് തീവ്രവാദ സംഘടന ഉണ്ടെങ്കിലും ഇങ്ങേരുടെ പേര് കേൾക്കും, അല്ലെങ്കിൽ ഇങ്ങേരുണ്ട് അതിനകത്ത്.
അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു ഓഡിയോ സന്ദേശം അയച്ചിരിക്കുന്നത്. ആ ഓഡിയോ സന്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള ഭീഷണി വരുന്നത്. ഈ ജെയ്ഷെ മുഹമ്മദ് നേരിട്ടല്ല ഇപ്പോൾ പല ഓപ്പറേഷനിലും പങ്കെടുക്കുന്നത്. അവരുടെ തന്നെ ഒരു ചെറിയ വിങ് ആയിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ ഗ്രൂപ്പാണത്. റെസിസ്റ്റൻസ് ഫ്രണ്ട് ഇവരാണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിലെ 9 പേരുടെ മരണത്തിനിടയാക്കിയ ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ആണ് ഇതിന്റെ പിന്നിലും എന്നാണ് കരുതുന്നത്. കാരണം ഇവരാണ് ഇപ്പം ഇന്ത്യയിലെ മൊത്തത്തിൽ ഉള്ള ഒരു അസ്വാരസ്യങ്ങൾക്കും അല്ലെങ്കിൽ ഇതിനുവേണ്ടി ചുമതല ഏറ്റിരിക്കുന്ന ആൾക്കാര്. ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കശ്മീരിന് സ്വതന്ത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ്. 370 ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റി. ഇതാണ് അവരുടെ പ്രധാന വിഷയം. അതിനുശേഷമാണ് ഇത് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് സജീവമായതും. അത് ജെയ്ഷെ മുഹമ്മദിന്റെ വേറൊരു ഭാഗമാണ്. അവരാണ് ഇപ്പോൾ ഈ അയോധ്യയിലേക്കും എത്തിയിരിക്കുന്നത്. പക്ഷെ അയോധ്യ മറ്റുള്ള സ്ഥലങ്ങൾ പോലെയല്ല എന്ന് നമ്മളൊന്ന് അടിവരയിട്ട് തന്നെ പറയണം. അതിൻ്റെ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും ഇന്ത്യയെ മൊത്തം ബാധിക്കാനിടയുണ്ട്. ഇടയുണ്ടെന്നല്ല, ബാധിക്കും. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ഇവരുടെ ലക്ഷ്യവും. അങ്ങനെ ഒരു ഈ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്തെ തൊട്ടുകൊണ്ട് ഇവിടുത്തെ ജനരോഷം ഉണർത്തുക, അത് ഭരണവിരുദ്ധ വികാരം ഉണർത്തിവിടുക എന്നുള്ളതൊക്കെ ആയിരിക്കാം. അല്ലാതെ പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിന് ഇന്ത്യയിൽ ഇപ്പോൾ സ്കോപ്പില്ല, അതിനൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് അവർക്കും തിരിച്ചറിയാം. പിന്നെ അവരെ കൊണ്ട് ആകെ പറ്റുന്നത് ഇത്തരത്തിലുള്ള നിഴൽ യുദ്ധങ്ങൾ മാത്രമാണ്. അറിയപ്പെടാത്ത ഏതോ സ്ഥലത്തിരുന്ന് ഏതോ ഇരുട്ടിൻ്റെ മറവിലിരുന്ന് അവർ നടത്തുന്ന നിഴൽ യുദ്ധങ്ങൾ. പക്ഷേ അവിടെയും മാറ്റങ്ങൾ വരികയാണ്. കാര്യം നമുക്കറിയാം, കഴിഞ്ഞ ഈ രണ്ടാം ടേമിൽ മോദി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ടേമിൽ എത്ര ഭീകരന്മാരാണ് അജ്ഞാതരുടെ വെടിയേറ്റ് വീണതെന്നുള്ളത് നമ്മുടെ ചരിത്രമായി. എന്തായാലും ഇനിയും അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് തുടരും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്കറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അജിത് ഡോവൽ എന്ന അധികായൻ, അദ്ദേഹം മോദി ഗവൺമെൻറ്റിൻ്റെ ശക്തമായ സുരക്ഷാ ഉപദേഷ്ടാവായി അദ്ദേഹം ഭാരതത്തിൻ്റെ സുരക്ഷയുടെ കണ്ണും കാതുമായി വീണ്ടും നിറയുകയാണ്. ഈ ഒരു സമയത്ത് അയോധ്യ എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ഭാരതീയൻ്റെയും പുറത്ത് ആർക്കും ഒന്നും ചെയ്യാനാകില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.